भारत के संविधान के प्रस्तावना में प्रियम्बल में 2 शब्द जोड़े गए हैं। लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे पहले। वो बाबा साहब अम्बेडकर ने नहीं बनाए हैं। इमरजेंसी में जब देश के मौलिक अधिकार नहीं थे, देश के संसद नहीं था, न्यायांग पंगु बन गया था। ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന വാചകത്തിൽ ഭരണഘടനയുടെ ആമുഖം തുടങ്ങണമെന്ന് നിർദ്ദേശിച്ചവരെ ചരിത്രത്തിൽ കാണാം. ജനാധിപത്യ മൂല്യങ്ങൾ മാത്രം മുന്നോട്ട് വെച്ച് രൂപപ്പെടുത്തിയ ഭരണഘടനയിൽ നമ്മുടേതായി ഒന്നുമില്ലെന്ന് വിലപിച്ചവരെയും ചരിത്രത്തിൽ കാണാം. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണമെന്ന് വാദിച്ചവർ, ദേശീയ പതാകയെ തള്ളിപ്പറഞ്ഞവർ, ഗാന്ധിയെ കൊന്നവർ, അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ വഞ്ചിച്ചവർ, ദേശവിരുദ്ധരായി കൂട്ടർക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരൊറ്റ പേര് RSS. മതനിരപേക്ഷ രാജ്യത്തെ ഭരണഘടന ദൈവത്തിന്റെ പേരിൽ ആരംഭിക്കുന്നതിലെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാട്ടിയ മതേതരവാദികളുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന രാജ്യം ഭരണഘടന നിലവിൽ വന്ന 7.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു മതത്തിന്റെ ആചാരത്തിന്റെ അകമ്പടിയോടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഭൂരിപക്ഷ താൽപര്യത്തിനനുസരിച്ച് മാറ്റിയെഴുതുകയാണവർ. ഭരണഘടന നിലവിൽ വന്ന 4-ാം നാൾ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതും ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധവുമായ മനുസ്മൃതിയാണ് ഭാരതത്തിന്റെ ഭരണഘടനയാകേണ്ടതെന്ന് പ്രഖ്യാപിച്ചു RSS. 76-ാം വർഷം കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു അതേ RSS. ജനാധിപത്യത്തിന് മുകളിൽ മനുവാദത്തെ അവരോധിക്കാൻ ശ്രമിക്കുന്നവരെ പൊള്ളിക്കുന്നത് ഭരണഘടനയിലെ മതേതരത്വവും സോഷ്യലിസവും. മതേതരത്വം എന്നത് ഭരണഘടനാമുഖത്തിലെ അലങ്കാരം മാത്രമല്ല ഈ രാജ്യത്തിന്. നാനാവിധ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മഹത്തായ ഈ രാജ്യത്തിന്റെ ജീവനാഡിയാണ്. മതേതരത്വവും സോഷ്യലിസവും അടിയന്തരാവസ്ഥയുടെ മറവിൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണത്രേ. അങ്ങനെയെങ്കിൽ അതേ അടിയന്തരാവസ്ഥയെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പിന്തുണച്ചതെന്തിനായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് മാപ്പെഴുതി പാദസേവ ചെയ്യാൻ തുനിഞ്ഞത് എന്തിനായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തെ എന്ന പോലെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം പേറുന്നവർ അടിയന്തരാവസ്ഥ എന്ന ജനാധിപത്യ വിരുദ്ധതയുടെ മറപിടിച്ച ഈ നാടിന്റെ സാഹോദര്യത്തെയും വൈവിധ്യത്തെയും റദ്ദു ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മിണ്ടാതിരിക്കില്ല ഈ മതേതര മണ്ണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP-യിൽ നിന്നും എന്നിവരാണ്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക്. KT, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഭരണഘടന തിരുത്തിയെഴുതുമെന്ന് പ്രഖ്യാപിച്ച RSS നേതാക്കളെ നമ്മൾ കണ്ടു. അതിലും എത്രയോ മുൻപ് തന്നെ ഈ മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനാ മൂല്യങ്ങളും RSS-നെ വിരളി പിടിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. നോക്കൂ, വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹനീയത എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾ RSS-നെ ഇത്ര കണ്ട് പേടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? RSS വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കാനുള്ള ഹിന്ദു മഹാസഭയുടെയും RSS-ൻ്റെയും വിഘടനവാദപരമായ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ കയ്യിൽ കിടന്ന് അവരുടെ ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ കരുവായ RSS-ൻ്റെ ഹിന്ദു രാഷ്ട്രവാദത്തെ കൂടി എതിർത്തുകൊണ്ടാണ് ഇന്ത്യയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയതും 1947-ൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതും. 1925-ൽ തന്നെ RSS രൂപം കൊണ്ട അതേ വർഷം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഹിന്ദു മുസ്ലിം പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന പേരിൽ വളരെ വിഖ്യാതമായ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ലഘുലേഖയിലൂടെ പറഞ്ഞത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമോ മുസ്ലിം രാഷ്ട്രമോ ആകരുത്, അതാകാതിരിക്കാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടുത്ത നിലപാട് മുസ്ലിം ലീഗിനോടെന്ന പോലെ ഹിന്ദു മഹാസഭയോടും ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന RSS-നോടും സ്വീകരിക്കണമെന്നാണ്. അതായത് ഖിലാഫത്ത് നിസ്സഹരണ സമരത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ മുസ്ലിം വർഗീയത കടുപ്പിച്ചുകൊണ്ടാണ് ഗാന്ധി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിക്കുകയാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് ഇന്ത്യ എന്താണെന്ന് പറയുന്നെന്നും അങ്ങനെ പറയുന്ന ഗാന്ധി ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമല്ല, ഹിന്ദു സ്വയം തന്നെ ഒരു രാഷ്ട്രമാണ് എന്ന വാദം മുന്നോട്ട് വെച്ചവരാണ്. 1947-ൽ അധികാര കൈമാറ്റം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഭരണഘടനാ അസംബ്ലി 1949 നവംബർ 26-ാം തീയതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു. ആ ഭരണഘടന അംഗീകരിച്ചപ്പോൾ ആ
ഭരണഘടനയ്ക്കെതിരായിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ RSSന്റെ ഓർഗനായിട്ടുള്ള ഓർഗനൈസർ എഡിറ്റോറിയൽ എഴുതി. എന്താണ് ആ എഡിറ്റോറിയൽ പറഞ്ഞത്? മനുസ്മൃതിയെ, ലോകോത്തരമായ ഈ നിയമത്തെ അടിസ്ഥാനമാക്കാത്ത ഒരു ഭരണഘടനയും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നാണ്. മനുസ്മൃതി എന്ന് പറയുന്നത് ജാതിയാധിഷ്ഠിതമായ വർണ്ണാശ്രമധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രതിലോമകരവും മനുഷ്യത്വരഹിതവുമായ ഒന്നാണ്. ആ നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാക്കണം. അതിനെ അവലംബമാക്കിയാണ് നമ്മുടെ രാജ്യത്തിനൊരു നിയമം ഉണ്ടാക്കേണ്ടത്. അതാണ് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിയമം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് RSSകാർ. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുവന്ന ഇന്ത്യ എന്ന ആശയത്തെ, ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ അരക്കിട്ടുറപ്പിച്ച മതനിരപേക്ഷത, സാമൂഹ്യനീതി, സമത്വം ഇതെല്ലാം വളരെ പ്രധാനമായി മാറി. ഇപ്പോൾ എന്താണ് ദത്താത്രേയ ഹോസ്ലെ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പിന്നീട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചാണ് കടന്നു വന്നാണ് സോഷ്യലിസവും മതനിരപേക്ഷവും എന്നാണ്. തീർച്ചയായിട്ടും ആ മുഖത്തിൽ മതനിരപേക്ഷതയും സോഷ്യലിസവും ഒക്കെ എഴുതി ചേർക്കുന്നത് 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിൽ സംശയമില്ല. പക്ഷേ ഭരണഘടനയുടെ തത്വങ്ങൾ, ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ, വ്യവസ്ഥകൾ ഇതെല്ലാം വായിച്ചു നോക്കുന്ന ഒരാൾക്കറിയാം സാമൂഹ്യനീതിയെയും സമത്വത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. സോഷ്യലിസം ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയെ ഒരു കാലത്തും 1998 വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ ഭരണഘടന പ്രിവ്യൂ കമ്മിറ്റി, ഭേദഗതി കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ? ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? ആ കമ്മിറ്റി ഏറ്റവും പ്രധാനമായി എടുത്തത് ഇന്ത്യയെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് കൊണ്ടുപോകണം. ആ രീതിയിൽ ഇന്ത്യയുടെ ഇന്നത്തെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ ആകെ, തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ആകെ മാറ്റുന്ന, അതിനെയൊക്കെ അട്ടിമറിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങളാണ് വാജ്പേയിയുടെ കാലത്ത് മുന്നേ. അതിനെ അതിശക്തമായി ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ എതിർത്തു എന്ന് മാത്രമല്ല, അന്നത്തെ ആദരണീയനായ ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി KR നാരായണൻ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ വളരെ ശക്തമായി പറഞ്ഞു, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഒരു നീക്കവും അനുവദിക്കാൻ പറ്റില്ല. ഭരണഘടനയുടെ സെക്കുലർ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ അപകടപ്പെടുത്തുന്ന പ്രസിഡന്റ്ഷിപ്പിലേക്കുള്ള പോക്ക്, അതിനുവേണ്ടി ഭരണഘടനയെ അമെൻമെന്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തെയും അനുവദിക്കുന്നതല്ല ഭരണഘടന. രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അതിന് അനുമതി നൽകുന്നില്ല. അദ്ദേഹത്തെ പോലെ നട്ടലുള്ള ഉറച്ച നിലപാടുകളുള്ള ഒരു രാഷ്ട്രപതി അന്ന് വാജ്പേയി സർക്കാരിനെ താക്കീത് ചെയ്തു. ഇന്നിപ്പോൾ തങ്ങൾക്ക് ലഭ്യമായ കേന്ദ്രാധികാരം ഉപയോഗിച്ച് ഭരണഘടന ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തെ അതിശക്തമായി പ്രതിരോധിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടന എന്ന് പറയുന്ന ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനമാണ്, സംഹിതയാണ്. ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ അടിത്തറവയാണ്. ഇന്ന് ഭരണഘടനയെ എതിർക്കുന്നവർ, മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടന എടുത്തു മാറ്റണം എന്ന് പറയുന്നവർ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ തകർക്കാനുള്ള ഹിന്ദു രാഷ്ട്ര അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. 98 അവർക്ക് സാധിക്കാത്ത കാര്യം പിന്നീട് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ സമിതി ഒരു കമ്മീഷൻ വെച്ചല്ലോ, സ്വാമി മുക്താനന്ദ സരസ്വതി യുടെ നേതൃത്വത്തിൽ. ആ കമ്മിറ്റി എന്താ പറഞ്ഞത്? ഭരണഘടനയുടെ സോഷ്യലിസം, മതേതരത്വം, സാമൂഹ്യനീതി എല്ലാ സമത്വാശയങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്ന വ്യവസ്ഥകളില്ലാതാക്കി ഈ രാജ്യത്ത് ആര്യഭൂതകാലത്തിൻ്റെ, ആര്യവംശീകാലത്തിൻ്റെതായ ഒരു ഭൂതകാലത്തിൻ്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ആ നിർദ്ദേശങ്ങളിൽ അശോകസ്തംഭം പോലും രാജ്യത്തിൻ്റെ ദേശീയ പതാകയുടെ ചിഹ്നമാകാൻ പാടില്ല, ദേശീയ ചിഹ്നമാകാൻ പാടില്ല. അശോക ചിഹ്നം സാമ്പ്രായത്വ ധ്വനിയുള്ളതാണ്, ബുദ്ധമതം ഇന്ത്യയുടെ ആശയമല്ല എന്നുവരെ പറഞ്ഞ ഏറ്റവും നീചമായ രീതിയിൽ ഇന്ത്യയെ രൂപപ്പെടുത്തിയ, ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ വർത്തിക്കുന്ന എല്ലാ ആശയങ്ങളെയും വെല്ലുവിളിച്ച ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ പ്രജനനം കൊണ്ട, അതിൻ്റെ അഴുക്ക് ചാലിൽ വളർന്നു വന്ന ആളുകളാണ് RSSൻ്റെ ഈ ദത്താത്രേയ ഹോസ്വാളയെ പോലുള്ള നേതാക്കൾ. അതുകൊണ്ട് അവർക്കെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം ഈ ഭരണഘടനയെ സംരക്ഷിക്കുക, ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സന്ദർഭമാണ്. ശരി, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഭരണഘടനാ മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ അതിൽ ഈ മതേതര രാജ്യത്ത് ഏറ്റവും മനോഹരമായി നമ്മൾ അവതരിപ്പിക്കുന്ന 2 ആശയങ്ങൾ, മതേതരത്വവും സോഷ്യലിസവും, അത് വെട്ടിമാറ്റപ്പെടേണ്ടതാണെന്ന് ആവർത്തിച്ച് പറയുന്ന RSS BJP നേതാക്കളെ കാണുകയാണ് ഈ രാജ്യം. മതേതരത്വവും സോഷ്യലിസവും എന്തിനാണ് RSSനെയും BJPയും ഇത്ര കണ്ട് പൊള്ളിക്കുന്നത്? അങ്ങനെ പൊള്ളിക്കുന്നില്ലല്ലോ. അങ്ങനെ ആര് പറഞ്ഞു പൊള്ളിക്കുന്നുണ്ടെന്ന്? അക്ഷിതയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടത്. അതിൽ വളരെ കൃത്യമായി ഒരു RSS വിരോധത്തിൻ്റെ, BJP വിരോധത്തിൻ്റെ, ഒരു സംഘപരിവാർ വിരോധത്തിൻ്റെ വാക്കുകൾ കൃത്യമായി വരച്ചിടുകയാണ്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്കുള്ളത്?
അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി പുനഃപരിശോധിക്കണം. അതിലെന്താ തെറ്റുള്ളത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം തത്വശാസ്ത്രപരമായി മറ്റെന്തോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, നിരന്തരമായി പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര വിരോധം കാണിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിനെന്തെങ്കിലും ഒരു സാങ്കത്യം വേണ്ടേ? എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? എന്തും വിളിച്ചു പറയുക എന്നുള്ളൊരു നിലപാട് ശരിയാണോ? RSSനെ കൂട്ടിച്ചേർത്തുകൊണ്ട്, BJPയെ കൂട്ടിച്ചേർത്തുകൊണ്ട്, ജനസംഘത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തും പറഞ്ഞാൽ അതെല്ലാം വേവുന്ന ചില കലങ്ങളുണ്ടാകും, പാത്രങ്ങളുണ്ടാകും. അത് ആ പാത്രത്തിൽ തന്നെ വിളമ്പി അവിടെ തന്നെ വേവിച്ച് അവിടെ തന്നെ കഴിച്ചാൽ മതി. ഇതുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഒരു തത്വദീക്ഷയുമില്ലാതെ കോൺഗ്രസ്സുകാർ അട്ടിമറിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? 41ാം അമെൻമെൻറ്റ്, 38ാം അമെൻമെൻറ്റ് മുതൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന 41ാം അമെൻമെൻറ്റ് എന്തായിരുന്നു? ഈ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളിൽ പോലും, കോടതികളിൽ പോലും പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനത്തെയും ചോദ്യം ചെയ്യാനാവില്ല, പ്രസിഡന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനാവില്ല. എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? അടിയന്തരാവസ്ഥയുടെ കാലയളവിൽ ഈ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് വിശദമായി പോകേണ്ടതില്ലല്ലോ. കാരണം ഇപ്പോൾ ഭരിക്കുന്ന BJPയും അതിന് നേതൃത്വം നൽകുന്ന RSSഉം അവരുടെ തന്നെ ആശയം ഈ ഭരണഘടനാ ഭേദഗതികളിൽ അല്ല, സോഷ്യലിസവും മതേതരത്വത്തെ കുറിച്ചും മാത്രമാണല്ലോ കൃഷ്ണദാസ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ KTയും അത് പറഞ്ഞു, ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. അല്ല, അടിയന്തരാവസ്ഥയുടെ കാലത്താണ് അത് കൊണ്ടുവന്നത്, ശരിയാണ്. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലത്ത് കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ മൂല്യങ്ങളെ മതേതരത്വവും സോഷ്യലിസവും ഈ രണ്ട് ആശയങ്ങൾ ബാധിക്കുന്നുണ്ടോ? അതല്ലേ നമ്മൾ പ്രാഥമികമായി പരിശോധിക്കേണ്ടത്? അസിത, ഞാൻ 41ാം അമെൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് ഞാനൊന്ന് പൂർത്തിയാകട്ടെ, എൻ്റെ സമയത്ത് ഞാൻ പൂർത്തിയാകട്ടെ. ഞാൻ സോഷ്യലിസത്തിലേക്കും ജനാധിപത്യത്തിലേക്കെല്ലാം വന്നിട്ടേ പോകൂ. ഒരു ഉത്തരത്തിൽ നിന്നും ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ മാറാൻ വേണ്ടി പോകുന്നില്ല. രണ്ടാമത്തത്, അങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നത്. എനിക്ക് ശ്രീ കുഞ്ഞിക്കണ്ണനോട് സൂചിപ്പിക്കാനുള്ളത്, 42ാം അമെൻമെൻറ്റ് രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട 59 ഭരണഘടനാ സംവിധാനങ്ങളുടെ ആർട്ടിക്കിളുകൾ അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ 42ാം അമെൻമെൻറ്റിനെ പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കപ്പെട്ടു, ജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ശ്രീ EMS, ജ്യോതി ബസു അടക്കമുള്ള അന്നത്തെ ഇടതുപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കന്മാർ അവരെല്ലാം ഈ 42ാം അമെൻമെൻറ്റിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. 42ാം അമെൻമെൻറ്റ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത് ഏകാധിപത്യ പ്രവണത നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. അത് അംഗീകരിക്കാനാവില്ല, അത് നടപ്പാക്കാനാവില്ല എന്ന് പറഞ്ഞ CPM നേതാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി പാർലമെൻറ്റിൽ ചർച്ച നടന്നിട്ടുണ്ടോ? 42ാം അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ സമഗ്രമായൊരു ചർച്ച പാർലമെൻറ്റിൽ നടന്നിട്ടുണ്ടോ? 5 ആളുകളാണ് അതിനെ എതിർക്കാനുള്ള സാഹചര്യമുണ്ടായത്, പാർലമെൻറ്റ് അംഗങ്ങൾ. ആ പാർലമെൻറ്റ് അംഗങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് അന്ന് രാജിവെച്ച് പുറത്തു വന്നിട്ടുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തെ, ഭരണഘടന അട്ടിമറിക്കുന്ന സംവിധാനത്തെ എതിർത്തിട്ടുള്ള ശബ്ദത്തെ പോലും ഇല്ലാതെയാക്കി നടപ്പാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതിലൂടെയാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം സോഷ്യലിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും അംബേദ്കറുടെ കാലഘട്ടത്തിൽ ഭരണഘടന എഴുതുമ്പോൾ, അതായത് കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലി ഉണ്ടായി, അതിൽ ചർച്ച നടത്തി ഭരണഘടന എഴുതുമ്പോൾ അവർ ഒന്നും കൊണ്ടുവന്നില്ല, അവരിതൊന്നും ചെയ്തില്ല, അവരിതൊന്നും ആലോചിച്ചില്ല. അംബേദ്കർ അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പ്രാപ്തരായിരുന്നില്ല. ആ കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ഈ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ പ്രാപ്തരായിരുന്നില്ല എന്നാണോ അസിത ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം ആലോചിക്കുന്നത്? അല്ല, ഞാൻ അതിലേക്ക് വരുന്നത്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് അസിത, തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. അന്ന് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള, ഭരണഘടനാ ശില്പികൾ കൊണ്ടുവന്നിട്ടുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളും എന്തിനു വേണ്ടിയാണ് അട്ടിമറിക്കപ്പെട്ടത്?
എന്ത് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാർ, ജനാധിപത്യപരമല്ലാത്തൊരു സർക്കാർ എല്ലാ സംവിധാനങ്ങളെയും ഈ കേരളത്തിലെ ഭരണമൊഴിച്ച് അല്ല കൃഷ്ണദാസ് നോക്കൂ, താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ ഭരണഘടന, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആദ്യ കാലഘട്ടത്തിൽ ഇത് പരിഗണിക്കപ്പെടാതിരുന്നതല്ല. പക്ഷേ ഭരണഘടനാ ശില്പികൾ പോലും ഭരണഘടന എന്നത് ഒരിക്കലും മാറ്റാനേ പറ്റാത്ത ഇരുമ്പുലക്കിയാണ് എന്നുള്ള പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടുള്ളവരല്ല. കാലാകാലങ്ങളിലായി സാഹചര്യത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ ആരെയും ഒരു തരത്തിലും ബാധിക്കാത്ത എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ മതനിരപേക്ഷ മനസ്സിനെ ഒരുമിച്ച് നിർത്തുന്ന രണ്ടാശയങ്ങൾ, ആ രണ്ടാശയങ്ങൾ മാത്രമാണല്ലോ RSSും BJPക്കും പ്രശ്നം. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ രണ്ട് പദങ്ങൾ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കിയത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അസിത, എന്നെ പറയാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അങ്ങ് ആലോചിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു തീർക്കാം, ഒരു പ്രശ്നവും അതിനകത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ആ ഭരണഘടനാ ശില്പികൾ ആലോചിക്കാത്തവരല്ലല്ലോ. അവർ കൊണ്ടുവന്നില്ല എന്നുള്ളത് കൊണ്ട് പിന്നീട് കൊണ്ടുവരാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഭരണഘടനയുടെ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഏത് അമെന്റ്മെന്റും കൊണ്ടുവരാം. പക്ഷേ ഇത് കൊണ്ടുവന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട മറവിൽ നിന്നുകൊണ്ടാണ് ഈ അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നത്. ഇനി ഭരണഘടനയിൽ ഈ വാക്കുകൾക്ക് പകരം പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിന് എന്താ പ്രശ്നം? ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്താ തെറ്റുള്ളത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകൾ എന്തിനാണ് ആവേശം കൊള്ളുന്നത്? സോഷ്യലിസത്തെ സംബന്ധിച്ചാണെങ്കിലും ജനാധിപത്യത്തെ സംബന്ധിച്ചാണെങ്കിലും മതേതരത്വത്തെ സംബന്ധിച്ചാണെങ്കിലും ഈ 75-നും 76-നും മുൻപ് ഇത് ഉണ്ടായിരുന്നില്ല എന്ന് ധരിക്കുന്നവരാണോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ? അങ്ങനെ ധരിച്ചത് കൊണ്ടാണോ EMSും അടക്കമുള്ള ആളുകൾ അതിനെ എതിർത്തത്, അമെന്റ്മെന്റിനെ എതിർത്തത്? അതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം. ഇത് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം നടക്കുന്ന വർഷമാണെന്നേ. അപ്പൊ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ജനാധിപത്യ പ്രക്രിയകളും എല്ലാ ജനാധിപത്യ നടപടികളും ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ചോദ്യം ചെയ്യാം. ഇനി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി ഏകപക്ഷീയമായി നടപ്പിലാക്കിയതാണെങ്കിൽ ഇന്നിപ്പോൾ ഈ കാലത്ത് ഈ രാജ്യത്ത് ഇപ്പോൾ ഒരു പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ എത്രയോ കാലങ്ങളിൽ എത്രയോ അമെന്റ്മെന്റുകൾ എത്രയോ ബില്ലുകൾ ഒക്കെയും പാസ്സാക്കിയിട്ടുണ്ട്. അതൊക്കെയും എല്ലാവരെയും കേട്ടിട്ടായിരുന്നു കൃഷ്ണദാസ്. അപ്പോൾ അതൊന്നും താങ്കൾ പറയല്ലേ, ആരെയും കേട്ടില്ല, ഏകപക്ഷീയമായി പാസ്സാക്കി നടപ്പിലാക്കിയെന്നും. ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് ശ്രീയൊക്കെ നോക്കൂ, ഈ ചർച്ചകൾ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ BJPയുടെയും RSSന്റെയും എല്ലാ നേതാക്കളും പറയുന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഏകപക്ഷീയമായി നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയോട് ആർക്കും യോജിപ്പില്ല. അക്കാലത്ത് നടപ്പിലാക്കിയ ജനാധിപത്യ വിരുദ്ധ എല്ലാ നടപടികളെയും ഈ നാട് ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഞാൻ വരാം കൃഷ്ണദാസ്, ഞാൻ വരാം. അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. അങ്ങ് സൂചിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അസിത പറയുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന എല്ലാ നടപടികളും ശരിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്ത് പോകാൻ കഴിയില്ല. ഞാനതുകൊണ്ടാ പറഞ്ഞത്. അല്ലല്ല, അതല്ലങ്ങനെ നിങ്ങളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന എല്ലാ നടപടികളും ശരിയാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ മാത്രമല്ലല്ലോ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നും. എല്ലാവർക്കും അത് തോന്നും അസിത. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങ് ഒരു ഭാഗം പറഞ്ഞു പോവുകയാണ്. അങ്ങേക്കൊരു ഭാഗം പറയാനുള്ള അവകാശമുണ്ട്, അതിനെ ഞാൻ തെറ്റായി കാണുന്നില്ല. അത് വ്യാഖ്യാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതെല്ലാം ശരിയായ നടപടിയാണ് എന്നാണ് നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് നടപടികളെയും അനുകൂലിച്ചിട്ടില്ല. ചോദ്യം ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ താങ്കൾ ഉപയോഗിച്ച വാക്ക് എന്താണ്? താങ്കളാണ് പറഞ്ഞത് ജനാധിപത്യപരമായി കൊണ്ടുവന്ന കാര്യങ്ങളെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ജനാധിപത്യ വിരുദ്ധതയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വസന്ത് സിറിയക്ക, അടിയന്തരാവസ്ഥ കാലത്ത് ഈ നിലയിൽ നടപ്പിലാക്കിയ ഈ നിലയിൽ കൊണ്ടുവന്ന ആശയങ്ങളാണ്. വരാം കൃഷ്ണദാസ്, താങ്കളുടെ സമയത്ത് താങ്കൾ അത് തിരുത്തിക്കോളൂ. മതേതരത്വവും സോഷ്യലിസവും. അപ്പോൾ നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം നമുക്കറിയാം. അന്ന് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം. പക്ഷേ ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പോലും ചോദ്യം ചെയ്യാതെ മതേതരത്വത്തിലും സോഷ്യലിസത്തിലും കൃത്യമായി കത്തിവെക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് എനിക്ക് അല്പം സമയം നൽകണം. ശ്രീ കൃഷ്ണദാസ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആർട്ടിക്കിൾ 42, അമെന്റ്മെന്റ് ഓഫ് ആർട്ടിക്കിൾ 42. അത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അന്ന് എതിർത്ത നേതാക്കൾ, പിന്തുണച്ച നേതാക്കൾ
അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസവും സെക്യുലറിസവും എഴുതി ചേർക്കപ്പെടുന്നത് പുനർവിചിന്തനം നടത്തണ്ടേ? അതിന് ഉത്തരം പറയാം. 2, എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, ബാബാ സാഹേബ് അംബേദ്കർ അടക്കമുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പരിണിതപ്രജ്ഞരായ നേതാക്കൾ അവർക്കൊന്നും എന്തുകൊണ്ടാണ് ഈ സോഷ്യലിസവും സെക്യുലറിസവും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്ന് തോന്നാതിരുന്നത്? അതിന് ഉത്തരം പറയാം. 3, അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ പറ്റിയാണ്. അതിനെപ്പറ്റി ഉത്തരം പറയാം. ഒരു 2 മിനിറ്റ് നൽകിയാൽ മതി. 1, അദ്ദേഹം പറഞ്ഞത് EMS അടക്കം ഇടതുപക്ഷത്തെ നേതാക്കൾ അടിയന്തരാവസ്ഥയെ എതിർത്ത നേതാക്കളെ പറ്റിയാണ്. ആരാണ് കൃഷ്ണദാസ്? മാധവ് റാവു മൂലെ, ആരാണ് ദത്തോപാൻ തെങ്ങാനി, ആരാണ് മൊറോപ്പാൻ പിംഗലെ, ആരാണ് നിങ്ങളുടെ ബാലസാഹബ് ദേവറസ്, ആരാണ് മധുർക്കർ ദത്താത്രേയ ദേവറസ്? 1975 മുതൽ ഏതാണ്ട് 78 വരെ RSSന്റെ ചീഫിന്റെ പേരാണ് ഈ പറയുന്ന ദേവറസ്. അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്ക് 76-ൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ പറയുന്ന രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സംരക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ ഓഫ് സറണ്ടർ എന്ന് പറയുന്ന ഒരു സാധനം എഴുതിയത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ പേരുണ്ടല്ലോ, നിങ്ങൾ ഇപ്പുറത്ത് എതിർത്ത നേതാക്കളുടെ പേര് പറയുമ്പോൾ അനുകൂലിച്ച നേതാക്കളുടെ പേരെണ്ണി എടുത്താൽ അതിൽ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ആ അടിയന്തരാവസ്ഥയെ അത് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് എന്ന് കണ്ട് പിന്തുണച്ചവർ. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ വാക്കുകൊണ്ട് പിന്തുണച്ചവരും എഴുത്തിൽ പിന്തുണച്ചതും RSS നേതാക്കളാണ്. എന്താണ് നിങ്ങൾക്കിപ്പോ ആ അടിയന്തരാവസ്ഥയിൽ ഒരു മാറ്റത്തെ പറ്റി ചിന്ത? ഇനി ആർട്ടിക്കിൾ 42 പറ്റിയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ആർട്ടിക്കിൾ 42 കൊണ്ടുവരുമ്പോ അന്ന് തൊട്ടിതാ ഇന്ന് വരെ നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന് RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആപ്കി ബാർ ചാക്സോ പാർ തരൂ, അങ്ങനെ തന്നാൽ ഞാനിതങ്ങ് ഉടച്ചു പാർത്തേക്കാം എന്ന് നാടൊട്ടുക്കം നടന്നു പ്രസംഗിച്ച നരേന്ദ്രനോട് അത് വേണ്ട കേട്ടോ, ആ മോഹം അങ്ങ് RSS ആസ്ഥാനത്ത് വെച്ചാൽ മതി എന്ന് UP വരെ ജനങ്ങൾ പറഞ്ഞു. ഇവരുടെ ഏറ്റവും വലിയ വിളനിലമാണ് എന്ന് ഇവർ പറഞ്ഞിരുന്ന UP, ഉത്തർപ്രദേശിലെ നാഗ്പൂരിലെ ജനം ഒറ്റയടിക്ക് പറഞ്ഞു ഇതാ സ്വപ്നം, ആപ്കി ബാർ ചാക്സോ പാർ, ഭരണഘടന അരച്ചു കലക്കി കുടിക്കാൻ പോകുന്ന പരിപാടി, ആ പരിപാടി വേണ്ട കേട്ടോ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. എന്നിട്ടും ഇവർക്ക് മതിയായിട്ടില്ല. 100ാം വാർഷികം സ്വപ്നം കണ്ടുകൊണ്ട് 25 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തച്ചുടർത്ത് ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റി തീർക്കാൻ, ഏത് ഹിന്ദുവിന്റെ രാജ്യമല്ല മറിച്ച് ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഹിന്ദുത്വയെ അംഗീകരിക്കുന്ന സവർക്കറിന്റെ ഹിന്ദുത്വ അതേപടി വിഴുങ്ങാൻ പറ്റുന്ന, മനുസ്മൃതി അതേപടി വിഴുങ്ങാൻ പറ്റുന്ന അവർക്ക് മാത്രമുള്ള ഒരു രാജ്യമാക്കാനുള്ള ഇവരുടെ ശ്രമമാണ്. ആ ശ്രമത്തെയാണ് ജനാധിപത്യം തച്ചുടച്ചവരുടെ കയ്യിൽ കൊടുത്തത് കഴിഞ്ഞ വർഷം. എന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല. അതിന്റെ അയവ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ഇവർ പറയുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ടാണ് അംബേദ്കർ, അത് അല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു പോകും, എന്തുകൊണ്ടാണ് അംബേദ്കർ, ഗാന്ധി, നെഹ്റു, ഇവരുടെ ഡോക്ടർ ജി അടക്കമുള്ളവർ, ഇടതുപക്ഷത്തെ നേതാക്കൾ, സോഷ്യലിസ്റ്റുകൾ ഇവരെല്ലാം ചേർന്ന നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി, ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തുകൊണ്ടാണ് സെക്യുലറിസം എന്ന വാക്ക് അതിൽ ഉപയോഗിക്കാതിരുന്നത്? സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതൊരു ഹൈന്ദവ രാജ്യമാക്കണ്ടേ എന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അത് അതേപടി എഴുതി തള്ളുകയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചെയ്തത്. എന്തുകൊണ്ടാണ് ആക്കാഞ്ഞത് എന്ന് എന്നെക്കാൾ സീനിയറായ അഭിഭാഷകനാണ് ശ്രീ കൃഷ്ണദാസ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ അണികളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ നെടുന്തൂണ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് റിലീജിയസ് റൈറ്റ്, റിലീജിയസ് ഫ്രീഡം, ഫ്രീഡം ഫോർ എന്താ പറയുന്നത്, ഈ രാജ്യത്ത് ഏതു മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം. ആ അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആയി തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സെക്യുലറിസം എന്ന് സെപ്പറേറ്റ്ലി സ്പെഷ്യൽ മെൻഷനിങ്ങിന്റെ ആവശ്യമില്ല എന്ന് അന്നത്തെ നേതാക്കൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കണ്ടു. അതിനുശേഷമാണല്ലോ എന്താണ് നോ സ്റ്റേറ്റ് റിലീജിയൻ, അത് വളരെ ക്ലിയർ ആയി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എഴുതി വെച്ചിട്ടുണ്ട്. രാജ്യത്തിനൊരു ഔദ്യോഗിക എന്തില്ല, മതമില്ല എന്ന് പറയുന്നതിനകത്ത് 95% കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സും ഒരുമിച്ച് നിലപാടെടുത്തു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ തന്നെ കയ്യിലുള്ള നാഷണൽ ആർക്കൈവ്സിൽ പോയി പരതിയാൽ ഇതൊക്കെ കിട്ടും. എന്നിട്ട് എന്തുകൊണ്ടാണ് 75ലേക്ക് വന്നപ്പോ ഇന്ദിരാഗാന്ധിക്ക് അന്ന് വേണ്ട എന്ന് തോന്നിയ, 47-ൽ വേണ്ട എന്ന് തോന്നിയ സ്പെഷ്യൽ മെൻഷനിങ് വേണമെന്ന് തോന്നിയതെന്ന് അറിയാമോ? രാജ്യം സ്വാതന്ത്ര്യം നേടി കുറെ കാലം മുമ്പോട്ട് വന്നപ്പോ നിങ്ങളെ പോലെ, ഞാൻ കൃഷ്ണദാസിനെ അല്ല പറയുന്നത്, സംഘപരിവാരത്തെ പോലെ ചില ക്ഷുദ്രജീവികൾ, അവർ ഇത് ഈ സ്പെഷ്യൽ മെൻഷനിങ് ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ രാജ്യത്തെ തച്ചു തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമെന്ന് മനസ്സിലായത് കൊണ്ടും ഈ രാജ്യത്തെ
ജുഡീഷ്യറിയെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങുമെന്ന് ക്രാന്തദർശിയായ ഇന്ദിരാഗാന്ധിക്ക് തോന്നിയത് കൊണ്ടുമാണ് ആ സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ടായത്. എന്താണ് നിങ്ങളെ ഇത്രമാത്രം വ്യസനപ്പെടുത്തുന്നത് എന്നറിയാമോ? നിങ്ങൾക്ക് ഈ രാജ്യത്തിന് ഒരു ഔദ്യോഗിക സ്റ്റേറ്റ് റിലീജിയൻ, അത് RSSന്റെ പ്രഖ്യാപിത നയമാണ്, അത് നടപ്പിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ 42nd അമെന്റ്മെന്റ് ഉള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ പറയുന്ന മതം പ്രചരിപ്പിക്കുന്നത്, അവരവർക്ക് അവരുടെ മതം എക്സസൈസ് ചെയ്യാനും അത് 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 പ്രചരിപ്പിക്കുവാനുള്ള അവകാശം അത് എടുത്തു കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ 42nd അമെന്റ്മെന്റ് നിൽക്കുന്നതുകൊണ്ടാ. നിങ്ങൾ ആൾക്കൂട്ടം കൂടി മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പശുവിന്റെ പേരിൽ, പന്നിയുടെ പേരിൽ, പൂച്ചയുടെ പേരിൽ, ആടിന്റെ പേരിൽ, പിന്നെ എന്തിന്റെയൊക്കെ പേരിലാ. അങ്ങനെ ഏതാണ്ട് 1500 ആൾക്കൂട്ട ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിനെല്ലാം എതിരെ നിങ്ങൾക്ക് FIR ഇടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതും ഈ 42nd അമെന്റ്മെന്റ് നിൽക്കുന്നതുകൊണ്ടാ. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വ്യസനം ഉണ്ടാകും. പക്ഷെ അങ്ങനെ വ്യസനപ്പെട്ടുകൊണ്ട് ഇരുന്നാൽ മതി എന്നാണ് ജനം നിങ്ങളോട് പറഞ്ഞത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പടിക്ക് പുറത്തു പോയി RSSന്റെ നാഗ്പൂർ ആസ്ഥാനത്ത് ഈ ദിവാസ്വപ്നം കണ്ടിരിക്കാം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത്. ശരി, KT കുഞ്ഞിക്കണ്ണൻ, നമ്മൾ സ്വാതന്ത്ര്യ സമര കാലത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഒറ്റുകാരെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ പാരമ്പര്യം അടിയന്തരാവസ്ഥയുടെ കാലത്തും ഇക്കൂട്ടർക്കുണ്ട് എന്നുള്ളത് അധികം ചർച്ചയിലേക്ക് വന്നിട്ടില്ലാത്തതാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, അടിയന്തരാവസ്ഥക്കെതിരെ ഇപ്പോൾ നമ്മൾ മതേതരത്വത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അടിയന്തരാവസ്ഥ കാലത്ത് വന്നതായതുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നവർ അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്നവരായി മാറുന്ന കെട്ട കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വാസ്തവത്തിൽ ദേശ്മുഖിനെ മുന്നിൽ നിർത്തി അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളായി ചിത്രീകരിക്കുകയും മറുവശത്ത് ഇന്ദിരാഗാന്ധിക്ക് മാപ്പെഴുതി പാദസേവ ചെയ്ത് അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുകയും ചെയ്തവർ ഇന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ രംഗത്ത് വരുന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, ഇവിടെ കൃഷ്ണദാസ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടാക്കിയ ഒരു ഭേദഗതി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അതിനെ EMS ഒക്കെ എതിർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിസ്റ്റർ കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന അത് 1950കളിൽ നമ്മൾ അംഗീകരിച്ചതുപോലെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് മുതൽ ആ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെല്ലാം എന്താണ്? സമ്പത്തിൻ്റെ സമമായ വിതരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ഉരിയാടാത്തവരാണ് BJPക്കാർ. അവരെന്താണ്? അതിലെ ഏക സിവിൽ കോഡ് എങ്ങനെയെങ്കിലും നടപ്പായി കിട്ടണം. ഭരണഘടനയുടെ നിർദ്ദേശത്വങ്ങൾ, മറ്റ് നിർദ്ദേശ തത്വങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം ഇന്നുവരെ മിണ്ടിയതായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടന അതിലെ നിർദ്ദേശ തത്വങ്ങളും അതിലെ സാമൂഹ്യ നീതിയെയും അതേപോലെ തന്നെ സമത്വത്തെയും ഒക്കെ സംബന്ധിച്ച ആശയങ്ങൾ കൃത്യമായിട്ടും ഈ ആധുനിക കാലത്ത് സോഷ്യലിസത്തെ ലക്ഷ്യം വെക്കുന്നതാണ്. അത് 1950കളിൽ 49 നമുക്കത് എഴുതി ചേർക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ അവർക്കൊരു സോഷ്യലിസ്റ്റ് മുഖം ഉണ്ടാക്കാൻ, അടിയന്തരാവസ്ഥ പൊതുവെ പുറംകാഴ്ചയിൽ സോവിയറ്റ് അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാനാണ് നോക്കിയത്. അവർക്കൊരു സോഷ്യലിസ്റ്റ് പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഭരണഘടന എഴുതി ചേർത്തു, സെക്കുലറിസം എഴുതി ചേർത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ രണ്ട് തത്വങ്ങളും അടിയന്തരാവസ്ഥയിൽ വന്നതാണ്, അതുകൊണ്ട് അത് ആമുഖത്ത് എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ അത് കൃഷ്ണദാസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വഞ്ചനയുടെ കൂടി ചരിത്രത്തെ കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 1975 ജൂലൈ 25 അടിയന്തരാവസ്ഥ ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യ നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ബാലാസാഹേബ് ദേവറസ്. ജയിലിരുന്ന് യാർവാദ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം അടക്കപ്പെട്ടത്. ആ യാർവാദ സെൻറ്ററിൽ നിന്ന് ജൂലൈ അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ദേവറസ് എഴുതിയ കത്ത് നമുക്കിന്ന് ലഭ്യ. ആ കത്തിൽ എന്താണ് പറഞ്ഞത്? കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പിന്തുണ നൽകുന്നു. രാജ്യം ആഭ്യന്തരമായി നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ 20 പരിപാടിക്കും 5 പരിപാടിക്കുമൊക്കെ ഞങ്ങൾ പിന്തുണ നൽകിക്കഴിഞ്ഞു. ഇത് പ്രചരിപ്പിക്കാൻ കൃഷ്ണദാസ് ശ്രദ്ധിക്കണം. ഇത് പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർ കഴിയണം. അതിനെന്ത് ചെയ്യണം? ഞങ്ങളുടെ നിരോധനം എടുത്തു കളഞ്ഞ് ഞങ്ങളെയൊക്കെ റിലീസ് ചെയ്യണം, വിട്ടയക്കണം. ഇത് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തല്ലേ? ഈ കത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ എത്രയോ ആളുകൾ, മധുലിമായ തൊട്ട് രജീന്ദ്ര ശർമ്മ വരെയുള്ള എത്രയോ ആളുകൾ ഈ കത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം എത്ര കത്തുകൾ എഴുതി? അടിയന്തരാവസ്ഥയിൽ തുർക്ക്മെൻ കാറ്റിലും മുസഫർ നഗറിലും നഗരവൽക്കരണത്തിൻ്റെയും സന്താന നിയന്ത്രണത്തിൻ്റെയും പേരിൽ നടത്തിയ ബുൾഡോസർ രാജ് 15 വയസ്സ് പോലും തികയാത്ത കുട്ടികളെ പിടിച്ച് വന്ധ്യംകരണം നടത്തി. അതിന് നിങ്ങൾ പിന്തുണ കൊടുത്തവരല്ലേ? അടിയന്തരാവസ്ഥയിൽ സഞ്ജയ് ഗാന്ധിയുടെ എല്ലാ അതിക്രമങ്ങൾക്കും പിന്നീട് കോൺഗ്രസ് തന്നെ തള്ളിക്കളഞ്ഞ അതിക്രമങ്ങൾ, കോൺഗ്രസ് തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾക്കെല്ലാം അന്ന് നിങ്ങൾ പിന്തുണ കൊടുത്തു. എന്തുകൊണ്ടാണ് തുർക്ക്മാൻ ഗേറ്റിൽ പുരാനാദിനിയിൽ നിങ്ങൾ പിന്തുണ കൊടുത്തു? എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളാണ് ചേരികളിൽ താമസിക്കുന്നവർ, അവരനുഭവിക്കട്ടെ. ബുൾഡോസർ രാജ് നടപ്പാക്കിയില്ലേ? ആ അടിയന്തരാവസ്ഥയിലെ ബുൾഡോസർ രാജ് അന്ന് തുർക്ക്മാൻ ഗേറ്റിലും മുസഫർ നഗറിലുമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് രാജ്യമാകെ നിങ്ങൾ നടപ്പാക്കുകയല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
അടിയന്തരാവസ്ഥയോട് നിങ്ങൾക്ക് തത്വാധിഷ്ഠിതമായ ജനാധിപത്യ നിഷേധത്തിൻ്റെ ഒരു പ്രശ്നമെന്ന നിലക്ക് എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല 1976 ആകുമ്പോഴേക്കും ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ന് നമ്മൾ പറയുന്ന നവലിബർ നയങ്ങൾ, ആ നവലിബർ നയങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ അനുകൂലമായ സാമ്പത്തിക രാഷ്ട്രീയ വിദേശ നയ സമീപനങ്ങളിലേക്ക് ഇന്ദിരാഗാന്ധി എത്തപ്പെട്ടു. നെയ്റോബി അൺഡാഡിൻ്റെ ഉച്ചകോടി, ലോക ബാങ്ക് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ, ഇതെല്ലാം അടിയന്തരാവസ്ഥയിൽ നടന്ന കാര്യമാണ്. ആ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വളരെ സമഗ്രമായ പഠനം, ലോകോത്തരമായ ഒരു പഠനമുണ്ട്, എൻ ഐ ടു ഇന്ത്യ. അത് എഴുതിയിട്ടുള്ളത് ഡേവിഡ് സർബോർഡാണ്. അദ്ദേഹം ബ്രിട്ടനിലെ സർവകലാശാല അധ്യാപകനുമാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അടിയന്തരാവസ്ഥ പുറത്തു കണ്ട കാഴ്ചയായിരുന്നില്ല. അടിയന്തരാവസ്ഥയിൽ RSSും ഇന്ദിരാഗാന്ധിയും പല കാര്യങ്ങളിലും യോജിച്ചിരുന്നു, സഹകരിച്ചു എന്നതിൻ്റെ വസ്തുതാപരമായ തെളിവുകൾ ഡേവിഡ് സർബോർഡിനെ പോലുള്ള ആളുകൾ 1978 അദ്ദേഹം എഴുതിയത്, 78 തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ വിരുദ്ധരുടെ വലിയ ചാമ്പ്യനാക്കി ഇവരെ മാറ്റിയത്. ഇപ്പൊ ഇവർ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ജനവികാരത്തെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലറിസം എടുത്തു മാറ്റാൻ, സോഷ്യലിസം എടുത്തു മാറ്റാൻ. അതാണല്ലോ ഇന്നലെ ദത്താത്രേയ ഹോബളെ നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് എന്താണ്? സോഷ്യലിസവും മതനിരപേക്ഷവും ആവശ്യമില്ല, അത് എടുത്തു മാറ്റണമെന്നാണ്. എന്തുകൊണ്ട് എടുത്തു മാറ്റണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാക്കണം. സമത്വത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മോഡിയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയുടെ വിഭവങ്ങളുടെ ഈ സമ്പത്തിൻ്റെ ഈ കേന്ദ്രീകരണം 6 കുത്തക കുടുംബങ്ങളിലേക്കാണ്. 6 കുത്തക കുടുംബങ്ങളിലേക്കാണ്. ആ 6 കുത്തക കുടുംബങ്ങളുടെ കയ്യിൽ രാജ്യത്തെ 41% സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സമ്പത്ത് ഏതാനും വ്യവസായ കുടുംബങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ അത് പാടില്ല. സമ്പത്ത് എല്ലാവരിലേക്കും എത്തിക്കണം, അതാണ് ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഹോബളയെ പോലുള്ള ആളുകൾ ഇപ്പോൾ യാതൊരു മടിയുമില്ലാതെ ഭരണഘടനയിൽ സോഷ്യലിസം വേണ്ട, മതനിരപേക്ഷത വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മതരാഷ്ട്ര അജണ്ട മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് അജണ്ടയും നിങ്ങൾക്കുണ്ട്. ആ കോർപ്പറേറ്റ് അജണ്ടയോട് ചേർന്നുകൊണ്ടാണ് നിങ്ങൾ മതരാഷ്ട്ര അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ശരി, പി കൃഷ്ണദാസ്, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പ്രശ്നമല്ലേ? ഇപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കുന്നു, അക്കാലത്ത് വന്ന ഭേദഗതികളെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ അനുകൂലിച്ച് കത്തെഴുതിയ ഒരു കൂട്ടം നേതാക്കളുടെ പേര് ഇപ്പോൾ വസന്ത തന്നെ ഇവിടെ പറഞ്ഞു. ഞാൻ ഇനി അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതിനുശേഷം 20 കർമ്മ പരിപാടിയെ, 5 കർമ്മ പരിപാടിയെ ഒക്കെയും പിന്തുണച്ച് കത്തെഴുതിയ നേതാക്കൾ ബൽബീർ പുഞ്ചും പ്രഭു ചൗളയും ഒക്കെ ആരുടെ നേതാക്കളായിരുന്നു കൃഷ്ണദാസ്? ഇവരൊക്കെയും അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചവരാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് മറ്റൊരു കത്ത് കൂടി അയക്കുന്നുണ്ട് ദേവറസ്. ആ ദേവറസ് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന വിനോബ ഭാവയ്ക്കാണ്. അതായത് ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുന്നു, അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ വിനോബ ഭാവയ്ക്ക് അയക്കുന്ന കത്തിൽ അങ്ങയുടെ പാദങ്ങളിൽ പാദസേവ ചെയ്യാൻ തയ്യാറായ വിനീതൻ എന്നാണ് ആ കത്ത് ആരംഭിക്കുന്നത്. ആ ആളുകളാണോ ഇപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യമെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അസിത. നമുക്ക് കള്ളം എത്രത്തോളം പറയാം? എത്ര നാൾ കള്ളം പറയാം? എത്ര സമയം കള്ളം പറയാം? അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ. ഈ വസന്തക്ക് ഈ ചർച്ചക്ക് വരുമ്പോൾ ഏത് ബുക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്, ഏത് ചരിത്രമാണ് റെഫർ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണനോട് ഞാനത് ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആർട്ടിക്കിളുകൾ കാണാം. ആ ആർട്ടിക്കിളുകളുടെ എല്ലാം സൈഡിൽ കാണുന്ന ചിഹ്നങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആരാണിത് എഴുതിയിട്ടുള്ളത്, എവിടെ നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗൂഗിളിൽ കാണുന്ന ഈ തരത്തിലുള്ള ആർട്ടിക്കിളുകൾ വായിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾ, അവരുടെ കാലഘട്ടം, അവർ എത്ര നാൾ ജയിലിൽ കിടന്നു, എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾ പറയുന്നത് എന്നുള്ളത് ആലോചിക്കണ്ടേ? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ജനതാ പാർട്ടിയും ജനസംഘവും RSSും അടക്കമുള്ള പാർട്ടികൾ. അന്ന് BJP ഉണ്ടായിട്ടില്ല. അതിൽ CPM ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം കേരളത്തിലെ CPM അടക്കമുള്ള ആളുകൾ അന്ന് സമരരംഗത്തുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്കുകൾ ഒന്ന് മറച്ചു നോക്കുന്നത് ശ്രീ കുഞ്ഞിക്കണ്ണനും അടക്കമുള്ള ആളുകൾക്ക് നന്നാവുമെന്നാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
അന്ന് CPM നേതാക്കന്മാരായിരുന്ന എത്ര പേർ എത്ര കാലം ജയിലിൽ കിടന്നിരുന്നു എന്നുള്ളത് ഒന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാവണ്ടേ? സഖാവ് EMS എത്ര കാലം ജയിലിൽ കിടന്നു? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM അന്നത്തെ അഖിലേന്ത്യാ നേതാവായിരുന്നല്ലോ. അതിനുശേഷം CPM പൊളിറ്റ് ബ്യൂറോയിലുള്ള എത്ര പേർ എത്ര കാലം ജയിലിൽ കിടന്നു? ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ ആരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചരിത്രരേഖ വേണ്ടേ ഇതിനെ സംബന്ധിച്ച്? എന്തെങ്കിലും ഒരു റെക്കോർഡ് വേണ്ടേ? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, യുവാക്കൾ അല്ലാത്ത ആളുകൾ 28 പേർ ജയിലിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെ ഭരണകാലത്താണ്? ഈ CPMനോടൊപ്പം ഇന്ന് ഭരണം കൈയാളുന്ന CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് 6 വർഷക്കാലം കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ കരുണാകരനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇതെല്ലാം. താങ്കൾ പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ്. അല്ല, താങ്കൾ പറഞ്ഞ ഞാൻ അങ്ങയിലേക്ക് തന്നെ വരും, എനിക്കതിൽ വിയോജിപ്പുണ്ട്. നമ്മളെ കേൾക്കുന്നവർക്ക് അല്ല കൃഷ്ണദാസ്, നമ്മളെ കേൾക്കുന്നവർക്ക് അങ്ങ് അല്പം കൂടി വ്യക്തത വരുത്തൂ. എനിക്കതിൽ ചില സംശയങ്ങളുണ്ട്. താങ്കൾ ആ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുമ്പോൾ നമ്മളെ കേൾക്കുന്നവർക്കും ആ വ്യക്തത ഉണ്ടാകുമല്ലോ. താങ്കൾ പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ്. ഒരുപാട് നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ ആ സമയത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദേശ്മുഖ് ആയിരുന്നു പ്രധാനപ്പെട്ട മുഖം. ഇവിടെ ഇപ്പോൾ വസന്ത് സൂചിപ്പിച്ച ചില പേരുകളുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ പേരുകൾ ആവർത്തിക്കാം. മാധവറാവു മൂലെ, ദത്തോപാത് തെങ്കാടി, മൊറോപാന്ത് പിങ്കളെ, ഇവരൊക്കെയും ജയിലിൽ കിടന്നവരാണ്. പക്ഷേ ഇവരെയൊക്കെ ജയിൽ മോചിതരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഈ നിലയിൽ മാപ്പപേക്ഷകൾ എഴുതിയത്. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രതിഷേധങ്ങളെ മറികടക്കുന്നതിനായിരുന്നല്ലോ 20 കർമ്മ പരിപാടിയും 5 കർമ്മ പരിപാടിയും ഒക്കെ രൂപപ്പെടുത്തിയത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കത്തെഴുതിയത് ബൽബീർ പുഞ്ചും പ്രഭു ചൗളയും. ഇവർ രണ്ടുപേരും ആരുടെ നേതാക്കളാണ്? നിങ്ങളുടെ നേതാക്കളല്ല എന്നുള്ളത് അങ്ങേക്ക് തള്ളി പറയാനാകുമോ? അടുത്തത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന SB ചവാന് ദേവറസ് എഴുതിയ കത്തുകൾ. അതായത് ആ കത്തിലെ വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം. സർക്കാരിനെതിരെ, അതായത് നിങ്ങളുടെ സർക്കാരിനെതിരെ വിദൂരമായി പോലും RSS പ്രവർത്തിക്കില്ല. സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ മാത്രമാണ് RSS പ്രവർത്തിക്കുന്നതെന്നും ഈ കത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഈ കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോഴാണ് വിനോബ ഭാവയ്ക്ക് ഇതേ ദേവറസ് അങ്ങയുടെ പാദങ്ങളിൽ വിനീതനായി എന്ന് തുടങ്ങുന്ന ഒരു കത്ത് രണ്ടാമത് എഴുതുന്നത്. ആ കത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നോ JPയെ ജയിൽ മോചിതനാക്കണോ എന്നൊരു ആവശ്യങ്ങൾ പോലും ഈ 1 ഡസനോളം കത്തുകളിൽ ഉണ്ടായിട്ടില്ല. ഇനി ഈ കത്തുകളുടെ ആധികാരികതയാണ് പ്രശ്നമെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിയമസഭയിൽ വന്നിട്ടുണ്ട് രേഖകളായി ഈ കത്തുകൾ. കൃഷ്ണദാസ്, അപ്പോൾ അടിയന്തരാവസ്ഥയോട് നിങ്ങൾ ഒരു വശത്ത് നിങ്ങൾ ഈ പറയുന്നൊരു മുഖമുണ്ടല്ലോ, അതിനപ്പുറം അല്ലെങ്കിൽ പറയൂ, ഈ നേതാക്കളാരും നിങ്ങളുടേതായിരുന്നില്ല എന്ന്. നമ്മളൊരു കത്ത് വായിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ, ഞാനിതിലെ എല്ലാ നേതാക്കന്മാരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട എന്ന് ചേർത്തിട്ടാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. പ്രമുഖരായിട്ടുള്ള രാജ്യം അംഗീകരിക്കുന്ന നേതാക്കന്മാർ, ഇനി അതല്ല ഭരണത്തിലിരിക്കുന്ന ആളുകളെയും നമ്മൾ ഏതൊരാളെയും റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടല്ലേ അഭിസംബോധന ചെയ്യുന്നത്. ഒരു കത്തിലെ അഭിസംബോധനയെ സംബന്ധിച്ച്, ആ കത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ സംബന്ധിച്ച് ആണോ നിങ്ങളുടെ തർക്കം? എനിക്ക് നിങ്ങളോട് തർക്കിക്കാനുള്ളത് ജയിലിൽ കിടന്ന ആളുകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്, ജയിലിൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചാണ്. എനിക്ക് നിങ്ങളോട് തർക്കിക്കാനുള്ളത് ജയിലിൽ കിടന്നിട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ചാണ്. ഉറപ്പല്ലേ? അതിലെന്ത് നിങ്ങളെന്തായി പറയുന്നത്? ഒരു ഭരണകൂടത്തിന്റെ സംഹാര താണ്ഡവമാടുന്ന ഒരു ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയുടെ, ഒരു പ്രധാനമന്ത്രിയുടെ, മന്ത്രിസഭയുടെ നീചമായി പെരുമാറുന്ന നേതാക്കന്മാരുടെ അവരുടെ കൂട്ടത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലും സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജയിലിൽ പോയി കിടന്ന് ഇടികൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഈ കത്തുകൾ എഴുതുന്നത്, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലേക്ക്? ഞാൻ ചോദിക്കട്ടെ, ആ കത്തിൽ എവിടെയെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നുള്ളതല്ലാതെ എന്താ ഈ കത്തുകളുടെ എല്ലാം അടിസ്ഥാനം? അടിയന്തരാവസ്ഥ പിൻവലിക്കണം. എന്തുകൊണ്ട് പിൻവലിക്കണം? ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊള്ളാം, അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. താങ്കൾ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് കൃഷ്ണദാസ്? അത് ചെയ്ത കാര്യത്തെ അങ്ങനെ അങ്ങ് അംഗീകരിക്കൂ. will become the campaigners of എന്നാണ് പറഞ്ഞത്. ഞാൻ അസതയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല, ഞാൻ അസതയോട് ഒരു കാര്യം ചോദിക്കട്ടെ.
ഈ അസിതയും വസന്തും കൂടി പറയുന്നത് കേട്ടാൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇല്ല എന്ന് തോന്നുമല്ലോ. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. അല്ല 19 പക്ഷേ അങ്ങനെ ഒരു ഡസനോളം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ മറുവശത്ത് നിങ്ങൾ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാരിനെയും ആ സർക്കാരിന്റെ പ്രധാനമന്ത്രിക്കും പാദസേവ ചെയ്തോളാം എന്ന് കത്തെഴുതിയിട്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? ഞാൻ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ അസിതയുടെ ഒരു മിനിമം കാര്യം ചോദിക്കട്ടെ. അസിതയുടെ അറിവിൽ ഏതെങ്കിലും CPM നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? തിരിച്ച് രാജ്യത്ത് താങ്കൾ പറഞ്ഞല്ലോ ഒരുപാട് പേർ ജയിലിൽ കിടക്കുമ്പോൾ അവരെയൊക്കെ മോചിതരാക്കാനാണ് കത്തെഴുതിയത്. ഏതെങ്കിലും CPM-കാർ മാപ്പ് എഴുതിയായിരുന്നു? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു ചോദിച്ചത്. എവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ? അല്ല, നിങ്ങൾ വായിക്കുന്ന പത്രം വച്ചിട്ടല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ വായിക്കുന്ന ലേഖനം നിങ്ങളുടെ കയ്യിലുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ ദേവറസ് എഴുതിയ കത്തുകളൊക്കെ നിയമസഭാ രേഖകളായി ഉണ്ടെന്നേ താങ്കൾക്ക് പരിശോധിക്കാവുന്നതല്ലേ? അത് അതിലൊക്കെയും പറയുന്നുണ്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊള്ളാം, എല്ലാവരെയും ജയിൽ മോചിതരാക്കിയാലെന്ന്. അതാ ഞാൻ പറഞ്ഞത്. ജയിലിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിടിച്ച് ജയിലിലിട്ട് അക്രമത്തിനും വിധേയരാക്കുന്ന ആളുകളെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ അടിയന്തരാവസ്ഥ അനുകൂലിച്ചത്? അടിയന്തരാവസ്ഥ ആരനുകൂലിച്ചു? അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന BJP പുറത്തുവിടുകയാണെങ്കിൽ പാദസേവ ചെയ്യണമെന്നായിരുന്നു കത്ത്. ആ കത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിയമസഭാ രേഖയാണ്. അസിത അല്ല, അസിത ഒന്ന് വായിച്ചത് ഒന്ന് കേക്കട്ടെ. പൊതുമധ്യത്തിലുള്ള കാര്യമാണല്ലോ അത്. അല്ല എന്റെ കയ്യിലെ ഞാൻ കേട്ടില്ല എനിക്ക് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ വേണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് നിഷ്കളങ്കമായാണ് കൃഷ്ണദാസ് പറയുന്നത്. നോക്കൂ, ആ കാലത്ത് ജയിലിൽ കിടന്നവരെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ CPM നേതാക്കളെയും ഒക്കെ രക്ഷപ്പെടുത്താനായിരുന്നു അത്രേ ആ മാപ്പപേക്ഷകൾ. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ്. അല്ല, എവിടെ മാപ്പെഴുതിയെന്ന്? ആര് മാപ്പെഴുതിയെന്ന്? അസിത, ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത് ഏത് ദിവസത്തെ കത്ത്, എന്നയച്ച കത്ത്. നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ ഏതെങ്കിലും ആളുകൾ എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് പറയലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കൃഷ്ണദാസേ, നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഒരു ചരിത്രത്തെ 50 വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തെ സംബന്ധിച്ചാണ്. ആ 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കരാളമായ ഒരു കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ പറയാം, അടിയന്തരാവസ്ഥ രാജ്യത്ത് സംഭവിച്ചപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രതിഷേധ മുഖത്ത് RSSകാരും ജനസംഘക്കാരും ഇല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ പരിചയമുള്ള എത്ര ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ RSSന്റെ നേതൃത്വം അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ കാണിച്ച ആ അടിയന്തരാവസ്ഥയെ എതിർക്കാനുള്ള ശൂരത്വം അവസാനിപ്പിച്ചു. വാരുമടക്കി കൃഷ്ണദാസേ. എന്നിട്ട് നിങ്ങളുടെ തലവനായ അന്നത്തെ ബാബാ സാഹേബ് ദേവറസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 മാസം കഴിയുന്നതിന് മുമ്പ് ആഗസ്റ്റ് മാസത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി. അത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ആ കത്തിൽ നിങ്ങൾ പറഞ്ഞത് അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നല്ല, അടിയന്തരാവസ്ഥ അനിവാര്യമാക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശൈഥില്യമുണ്ടാക്കുന്ന ശക്തികൾക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധി നടത്തുന്ന
എല്ലാ നടപടികൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട 20 പരിപാടിയോട് ഞങ്ങൾക്ക് അനുഭാവമുണ്ട്. രാജ്യത്ത് ഒരു നവീകരണം ഉണ്ടാക്കാൻ വേണ്ടി സഞ്ജയ് ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന 5 പരിപാടിയോട് ഞങ്ങൾക്ക് അനുഭാവമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകണം. അതിനെന്ത് ചെയ്യണം? ശ്രീ കേട്ടി അങ്ങ് പറയൂ, ഏത് ദിവസത്തെ കത്ത്, എവിടെ അയച്ച കത്ത് പറയൂ. ആ ഡേറ്റ് ഞാൻ പറയാം, ആ ദിവസം ഞാൻ പറയാം. ആഗസ്റ്റ് മാസത്തിലാണ് ഡേറ്റ്. കൃത്യമായിട്ട് വേണമെങ്കിൽ കൃഷ്ണദാസ് നാളെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ ശ്രീമാൻ ദേവറസ് യർവാദ സെൻട്രൽ ജയിലിൽ നിന്ന് എഴുതിയ കത്താണ്. ആ കത്തിന് ശേഷം അതിന് തുടർച്ചയായിട്ട് എത്ര RSS നേതാക്കൾ, നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ കാണിച്ച ആവേശം പിന്നീട് നിങ്ങൾ കാണിച്ചില്ല. നിങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തു. നിങ്ങൾ തുർക്ക്മാൻ ഗേറ്റിലെയും മുസഫർ നഗറിലെയും ഒക്കെ അതിക്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തു. ആ പിന്തുണ കൊടുത്ത നിങ്ങൾ ഇന്ന് അടിയന്തരാവസ്ഥക്കാലത്തുണ്ടാക്കി വരുന്ന ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതനിരപേക്ഷതയും വന്നത്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായ ഒരു കാര്യം, ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കാത്ത 2 വാക്കുകൾ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അത് അത്ര നിഷ്കളങ്കമല്ല. കാര്യം നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്നാണ്, നിങ്ങളുടെ ഒരു മൂലധന താല്പര്യത്തിൽ നിന്നാണ് സോഷ്യലിസത്തിനെതിരായിട്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഒരു മതരാഷ്ട്ര അജണ്ടയിൽ നിന്നാണ് നിങ്ങൾ മതനിരപേക്ഷത ഭരണഘടനയിൽ വേണ്ട എന്ന് പറയുന്നത്. അല്ല, ചോദിക്കേ, പറയൂ കൃഷ്ണദാസൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശരി, അടിയന്തരാവസ്ഥയുടെ ഒറ്റ കാര്യം, അടിയന്തരാവസ്ഥയുടെ 19 മാസക്കാലം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നു? RSS-ന്റെ അന്നത്തെ പ്രാന്ത കാര്യവാഹ് എത്ര നാൾ ജയിലിൽ കിടന്നു? അങ്ങ് അതൊന്ന് പറഞ്ഞാൽ മാത്രം മതി, അങ്ങയുടെ അറിവിൽ. അഭിമാനമുള്ള കാര്യമാണോ ജയിലിൽ കിടന്ന് മാപ്പിരക്കുന്നത്? ഞാൻ പറയാം. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ അതിന് മുൻപ് ഡേറ്റുകൾ വേണമെങ്കിലും അദ്ദേഹം ഡേറ്റുകൾ ചോദിച്ചല്ലോ. നവംബർ 30-നാണ് ഈ പറഞ്ഞ മാധവറാവു ഉൾപ്പെടെയുള്ള ആളുകളെ വിട്ടയക്കണമെന്ന് കാണിച്ച് ആദ്യത്തെ കത്തെഴുതുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 22-ന് ഇന്ദിരാഗാന്ധിക്ക് യർവാദ ജയിലിൽ നിന്നും ദേവറസ് കത്തയക്കുന്നു. അടിയന്തരാവസ്ഥ 2 മാസം പിന്നിടുന്ന സമയത്ത് ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 2ാമതൊരു കത്തയക്കുന്നുണ്ട്. 3ാമത്തെ കത്ത് നവംബർ 10-ന് സുപ്രീം കോടതിയുടെ വിധി വിധിയെ 5-അംഗ ബെഞ്ച് അസാധുവാക്കിയതിൽ ഇന്ദിരയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട്. ഇനി ഡേറ്റുകൾ വേണ്ടല്ലോ അല്ലേ? അപ്പോൾ കേറ്റി അത് പൂർത്തിയാക്കൂ. ഇനി താങ്കൾക്ക് അത് പൊതുമധ്യത്തിലുള്ള ഡേറ്റാണ് എടുക്കാവുന്നതാണ്. കേറ്റി പറയൂ. ഏത് സമരം നടന്നാലും, അല്ല ഏത് സമരം നടന്നാലും അതിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ വിട്ടയക്കണമെന്ന് ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ആവശ്യപ്പെടും. അത് സ്വാഭാവികമാണ്. ഞാൻ അങ്ങയോട് ചോദിച്ച 2 കാര്യമേ ഉള്ളൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. പിന്തുണ കൊടുക്കുമ്പോൾ വിട്ടയക്കണം എന്ന് പറയുന്നത് 2 കാര്യമാണ്. അടിയന്തരാവസ്ഥക്ക് പിന്തുണ കൊടുത്ത് കത്തെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടറാണത്, കീഴടങ്ങലാണത്. നിങ്ങൾ അടിയന്തരാവസ്ഥയിൽ കീഴടങ്ങിയവരാണ്. അല്ല, കത്തവിടെ നിൽക്കട്ടെ, കത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങയോട് സിമ്പിൾ കാര്യം ചോദിച്ചല്ലോ. അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നു? അന്നത്തെ RSS-ന്റെ പ്രാന്തക്കാരിവാഹ് എത്ര കാലം ജയിലിൽ കിടന്നു? ഒറ്റ കാര്യമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. അങ്ങ് ജനങ്ങളോട് പറഞ്ഞാൽ മതി, എനിക്ക് അത്ര അറിവില്ലാത്തത് ഞാൻ ചോദിക്കാം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സോഷ്യലിസത്തിന് വേണ്ടിയാണ്, നാടൻ വാങ്ങി നാട് നന്നാക്കാൻ വേണ്ടിയാണ് എന്നൊരു പരിവേഷം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അപ്പം സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പുറത്തു വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജില്ലാ, ഏരിയ, സംസ്ഥാന തലത്തിലുള്ള ആയിരക്കണക്കിന് സഖാക്കളെ കണ്ണൂർ, കോഴിക്കോട് സെൻട്രൽ ജയിലുകളിൽ ആയിരക്കണക്കിന് സഖാക്കൾ ഉണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കളെ ഭീകരമായി മർദ്ദിച്ചു. നിങ്ങൾ നോക്കൂ. അതെ, ഞാൻ അതിനാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്ര ആളുകൾ അറസ്റ്റ് ചെയ്തു? നിങ്ങളുടെ എത്ര ആളുകളെ അറസ്റ്റ് ചെയ്തു ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന്? അടിയന്തരാവസ്ഥയുടെ കരുതൽ തടങ്കലനുസരിച്ച്, മിസൈൽ DIRO അനുസരിച്ച് എത്ര RSS ജനസംഘ പ്രവർത്തകർ ജയിലുണ്ടായിരുന്നു? എത്ര CPM പ്രവർത്തകർ ജയിലുണ്ടായിരുന്നു? ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ദത്താത്രേയ റാവുവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ അദ്ദേഹത്തിന് പീഡനം അനുഭവിക്കേണ്ടി വന്നോ? എന്നാൽ PK ശങ്കരൻകുട്ടി തൊട്ട് ദക്ഷിണാമൂർത്തി മാഷ് വരെയുള്ള എത്ര CPM-കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഇന്ന് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ അന്ന് കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടിയന്തരാവസ്ഥയുടെ നരാധമത്വം കേരളം അറിഞ്ഞത് കക്കയത്തിന്റെ പീഡനങ്ങളിലൂടെയാണ്. കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ദിവസങ്ങളോളം മർദ്ദനങ്ങൾക്കിരയായ
നേതാവാണ്, CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ടി.പി. രാമകൃഷ്ണൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല. നിങ്ങളോട് ഇന്ദിരാഗാന്ധി സ്വീകരിച്ചത്, കോൺഗ്രസ് സ്വീകരിച്ചത് വളരെ മൃദു സമീപനമായിരുന്നു. നിങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതികരിക്കില്ല, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ നിരോധനം നീക്കിത്തരികയാണെങ്കിൽ, ഞങ്ങളെ പുറത്തുവിടുകയാണെങ്കിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥയുടെ 20-ന പരിപാടിയും 5-ന പരിപാടിയും പ്രചരിപ്പിച്ചു കൊള്ളാം. ഇത് നിങ്ങളുടെ സറണ്ടറാണത്. നിങ്ങൾ കീഴടങ്ങിയവരാണ്, നിങ്ങൾ മാപ്പിരുന്നവരാണ്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഈ നാടൻ വാങ്ങി നാട് നന്നാക്കും പോലുള്ള മുദ്രാവാക്യങ്ങളെ പിന്തുണച്ചവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി ശരി വസന്ത, ചരിത്രം പറഞ്ഞൊരു ഭാഗത്ത് വസന്തനെ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ പോയി. ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ ഒക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വസന്ത അത് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കൂ, അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രചാരണം നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ ദത്താത്രേയ അത് പറയുന്നതും ആ പശ്ചാത്തലത്തിലാണ്. അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്നില്ല, അന്ന് നടന്ന എല്ലാ പീഡനങ്ങളെയും അതേ മാത്രയിൽ ചോദ്യം ചെയ്യുന്ന ഈ നാട്ടിൽ നിന്നുകൊണ്ട് വസന്ത നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് അടിയന്തരാവസ്ഥയെ ചെറിയ കാലത്തേക്കുള്ള താൽക്കാലിക പ്രതിഭാസം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും കണ്ടു വസന്ത. അതും കാണാതെ പോകരുതല്ലോ. അല്ല, അദ്ദേഹം ലെറ്ററുകളെ പറ്റിയാണ് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം വലിയ കാര്യത്തിൽ പറഞ്ഞു, വസന്ത് ഒരു ജൂനിയർ ആയതുകൊണ്ട് ആ ചരിത്ര സന്ധിയിലേക്ക് വസന്തിനെ ഞാൻ പിടിച്ചിരുന്നില്ല. ഇതാ ഓഗസ്റ്റ് 22, 1975 ഒന്നാമത്തെ ലെറ്റർ ദേവരസ് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ആദ്യത്തെ ലെറ്റർ ഓഗസ്റ്റ് 22 കേട്ടോ. രണ്ടാമത് 76 ജൂലൈ 16 ഇതാ രണ്ടാമത്തെ ലെറ്റർ. ഞാൻ അങ്ങേക്ക് അയച്ചുതരാം, കൃഷ്ണദാസിന് അയച്ചുതരാം. ഇനി മറ്റൊരു സാധനം കൂടി കാണിക്കാം കേട്ടോ. അങ്ങ് പറയുന്നത് അങ്ങനെ ഒരു ലെറ്റർ ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ഒരു ലെറ്റർ ഇല്ല. ഇതാ ഓർഗനൈസറാണ്, നിങ്ങളുടെ ഓർഗനൈസറിന്റെ ഈ പേപ്പറാണ്. ഓർഗനൈസർ പറയുന്നു, ഹിയർ ഈസ് വാട്ട് ബാലാ സാഹബ് ദേവറസ് brought to Indira Gandhi during emergency. അത് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാപ്സ്യൂൾ സൃഷ്ടിയാണ്. പക്ഷെ എങ്കിൽ പോലും ഓർഗനൈസർ അഡ്മിറ്റ് ചെയ്യാണ് അങ്ങനെ ലെറ്ററുകൾ ഉണ്ടായിരുന്നു. ആ ലെറ്ററുകൾ പറഞ്ഞത്, ഓർഗനൈസർ പറയുന്നത് 90% RSSന്റെ പ്രവർത്തകർ ജയിലിൽ അടക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ വെളിയിൽ ഇറക്കാൻ വേണ്ടി എന്തു നയവും സ്വീകരിക്കാം എന്നാണ് RSS അന്ന് കണ്ടത്. RSS ചീഫ് ചെയ്തതിൽ തെറ്റില്ല എന്നാണ് ഓർഗനൈസർ പറയുന്നത്. അതും ഞാൻ ശ്രീ കൃഷ്ണദാസിന് അയച്ചുതരാം. അപ്പൊ അങ്ങനെ ഒരു ലെറ്റർ ഇല്ല എന്നുള്ള അങ്ങയുടെ വാദം അത് തെറ്റാണ്. നിങ്ങളുടെ ഓർഗനൈസർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ വളരെ കൃത്യമായ ചോദ്യത്തിന് ഉത്തരമായി അത് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ആർക്കൈവുകളിൽ ഉണ്ട്. കാരണം സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്തും ഉണ്ടായ ജയിലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട സംഘടനകളുടെ നേതാക്കളുടെ കത്തിടപാടുകൾ നാഷണൽ ആർക്കൈവ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നാഷണൽ ആർക്കൈവ്സിൽ 7 തവണ ഈ ദേവദാസ് എഴുതിയ മാപ്പ് കഥയല്ല കേട്ടോ, അതിന് മുമ്പുള്ളൊരു മാപ്പ് കഥയുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് നിങ്ങളുടെ പരിണിതപ്രജ്ഞനായ നേതാവ് മാപ്പ് എഴുതി കൊടുത്ത ആളെ അറിയാമല്ലോ. 7 തവണയുള്ള മാപ്പ് കൃത്യമായി നാഷണൽ ആർക്കൈവ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് 7 അല്ല 70 തവണയാണ് എന്നുള്ളതാണ് അനൌദ്യോഗിക കണക്ക്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് വളരെ കൃത്യമായി ശ്രീ P.K. കൃഷ്ണദാസ് ഈ ചർച്ചയെ വ്യതിചലിച്ചുകൊണ്ട് പോയി. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ചോദിക്കണമെന്ന് ഓർത്താണ്. എന്താണ് ശ്രീ കൃഷ്ണദാസ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സോഷ്യലിസവും സെക്യുലറിസവും ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ് അത് അതിന്റെ പ്രിയാമ്പിളിൽ ഇരിക്കുന്നത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ 1, 2, 3, 4 ഇവിടുത്തെ 130 കോടി ജനതയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്തൊക്കെയാണ്? ഈ സോഷ്യലിസം സെക്യുലറിസം എന്ന് പറയുന്ന 2 വാക്കുകൾ അവിടെ ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇനി അദ്ദേഹം ഒരു കാര്യം കൂടി, അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ജനാധിപത്യ ധ്വംസനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത? ഒന്ന്, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലായ്മ. NDTVയെ ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ആക്രമിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ? BBC-യുടെ ഓഫീസിലെ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ പറ്റി കണ്ടതല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലേ? അർണാബ് ഗോസ്വാമിമാർക്ക് മാത്രം മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന അവസ്ഥയെ പറ്റി നമ്മൾ കാണുന്നില്ലേ? കേരളത്തിന്റെ മണ്ണിൽ പോലും പ്രമുഖമായ ചാനലുകളുടെ തലപ്പത്തേക്ക് RSSന്റെ ഫണ്ട് വരുന്നത് നമ്മൾ കാണുന്നില്ല അസിത. അവർക്ക് അനുചരമായ രീതിയിൽ ചില കൊള്ളക്കാരുടെ കൂടി ചിലർ സർക്കസ് കമ്പനി പോലെ കോമാളി കളിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്ത്? അപ്പൊ അവിടെയും RSSന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ട്. അത് മാധ്യമരംഗത്തുണ്ട്. ഇനി രണ്ടാമത്തെ എന്താ, പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാൻ വീഴുക എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത. 126 കേസുകൾ നിങ്ങളുടെ ഭരണകാലത്ത് കേന്ദ്ര ഏജൻസികൾ എടുത്തു. 119 കേസുകൾ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരാണ്. 96 കേസുകൾ അത് കോൺഗ്രസിനെതിരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ കേന്ദ്ര സർക്കാർ എടുക്കുന്ന കേസിന്റെ 96% കേസുകളും പ്രതിപക്ഷത്തിനെതിരായി ആകുമ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥ ഇല്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 1000-ലേറെ ആൾക്കൂട്ടാക്രമണങ്ങൾ മതത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ, പോത്തിന്റെ പേരിൽ, ആടിന്റെ പേരിൽ, പട്ടിയുടെ പേരിൽ, പൂച്ചയുടെ പേരിൽ മനുഷ്യനെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം
കൃഷ്ണദാസിന്റെ വായിൽ നിന്ന് എന്താണ് ആ വാക്കുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കാണുന്നത്? ശരി ഞാൻ ഇടപെടുന്നു. കൃഷ്ണദാസ് നോക്കൂ, ഇനിയിപ്പോൾ ചരിത്രം പറഞ്ഞ സമയം തർക്കിക്കാൻ സമയമില്ല, വളരെ ചുരുങ്ങിയ സമയം. ഞാൻ അങ്ങേക്ക് 4 മിനിറ്റ് അനുവദിക്കാം. പറയൂ. വസന്ത് ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം. പിന്നെ വസന്ത് പറഞ്ഞതുപോലെ കൃഷ്ണദാസ് ചർച്ചയെ വാസ്തവത്തിൽ വഴിതിരിച്ചു കൊണ്ടുപോയതല്ല. ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖമായി മാറുന്നവരുടെ യഥാർത്ഥ മുഖം എന്തായിരുന്നു എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കാൻ ബോധപൂർവമായി തന്നെ ശ്രമിച്ചതാണ് ആ വഴിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോയത്. അപ്പോൾ കൃഷ്ണദാസ്, വസന്ത് അവസാനം ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം. ചർച്ചകളൊക്കെ ആകാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ദത്താത്രേയ കൃത്യമായി പറയുന്നത് മതേതരത്വത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് മാത്രമാണ്. ആ 2 വാക്കുകൾ മാറ്റിയത് കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് ഗുണം, എന്ത് നന്മ ജനങ്ങൾക്ക്? ആ വാർത്ത കാണുന്ന അസിതയ്ക്കും എനിക്കും ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാകുമല്ലോ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 42 അമെൻമെൻറ്റ് അതിനെ സംബന്ധിക്കുന്ന വിഷയമാണ് അദ്ദേഹം ഉയർത്തിയത്. അത് ഉയർത്തുന്ന സമയത്താണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള 2 വാക്കുകൾ എടുത്തു പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചർച്ച അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, 42ാം അമെൻമെൻറ്റിന് മുൻപ് കൊണ്ടുവന്നത് അസിത 41ാം അമെൻമെൻറ്റാണ്. അതിൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും അധികാരങ്ങളെ, തീരുമാനങ്ങളെ ഭരണഘടനാ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അത് 43, 44 അമെൻമെൻറ്റുകൾ കൊണ്ടുവന്ന് പിന്നീട് വന്ന സർക്കാരിന് മാറ്റേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക, ജനാധിപത്യപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങളെ ചോദ്യം ചെയ്യുക. പിന്നെ അങ്ങയുടെ പ്രധാനപ്പെട്ട വാശി RSS ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ. എനിക്ക് നിങ്ങളുടെ തന്നെ, അതായത് അങ്ങ് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ അല്ല ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ല എന്നോ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥയെ എതിർത്ത നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കമാണ് അടിയന്തരാവസ്ഥക്കെതിരെ പ്രക്ഷോഭമായി രംഗത്ത് വന്നത്. മധു ദന്തപതി അടക്കമുള്ള ആളുകൾ, അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ, അന്നത്തെ JP-യുടെ മൂവ്മെന്റിന്റെ ഭാഗമായി ഈ ലോക സംഘർഷ സമിതി ഉണ്ടായല്ലോ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. ആ ലോക സംഘർഷ സമിതിയിൽ ഭാഗമായി നിന്നിട്ടുള്ള സംഘടനകളുണ്ട്, അതിൽ നിന്ന് മാറി നിന്ന സംഘടനകളുണ്ട്. അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ശ്രീ K. രാമൻപിള്ള, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹമായിരുന്ന ലോക സംഘർഷ സമിതിയുടെ ജനറൽ കൺവീനർ. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം, ശ്രീ വസന്തിന് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഉപരിപ്ലവമായി ഏതെങ്കിലും കത്തിന്റെ കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ശ്രീ വസന്തേ, നിങ്ങളുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ജയിലിലിട്ട് കൽത്തുറങ്കിലിട്ട് അടിച്ച് ചതച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്നും ജീവച്ഛവമായി ജീവിക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ. ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അസിത, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആകെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എമർജൻസിയിലെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ 80% വരുന്ന ആളുകൾ RSS-മായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അക്കാലത്തെ ആളുകളാണ്. കേരളത്തിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത്. ശ്രീ കുഞ്ഞിക്കണ്ണനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് പറഞ്ഞ് ഈ സർക്കാരിനെ കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ മുഴുവൻ അടിയന്തരാവസ്ഥയിലെ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെടുതി അനുഭവിക്കുന്ന ആളുകളുടെയും ജീവച്ഛവമായി ജീവിക്കുന്ന ആളുകളുടെയും മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെയും ജയിലിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെയും അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിട്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പാർട്ടിയോടുള്ള CPI അവർ രാജ്യം വിട്ടു പോകേണ്ടി വരും. അത്രക്ക് ജനാധിപത്യ വിരുദ്ധതയാണ് ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇനി സമയമില്ല, ഞാൻ ഇടപെടുന്നു. KT, ഞാൻ ചോദിക്കുന്നില്ല, കാരണം സമയമില്ലാത്തത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചോ. അല്ല കൃഷ്ണദാസേ, അടിയന്തരാവസ്ഥയിൽ RSS അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയിട്ടുണ്ട്. RSS കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അംഗങ്ങൾ തന്നെ കുറവായ ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജയിലിൽ പോയത് CPM-മായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. എത്രയോ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. മിസ തടവുകാരായി DR ആയിട്ടുണ്ട്. കക്കയം ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധങ്ങളായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വലിയ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലോക്കപ്പ് മുറികളിൽ CPM പ്രവർത്തകരെ ആനയിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥ പിൻവലിക്കണം, അറബിക്കള്ളെന്ന് മുദ്രാവാക്യം വിളിച്ച് ഗ്രാമാന്തരങ്ങളിലും തെരുവോരങ്ങളിലുമൊക്കെ പ്രകടനം നടത്തിയ കുറ്റത്തിനാണ് കോൺഗ്രസ്സുകാർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ആയിരക്കണക്കിന് CPM പ്രവർത്തകരെ ഓരോ ഗ്രാമം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് 100 കണക്കിന് CPM പ്രവർത്തകർ, അന്ന് അറസ്റ്റിൽ കുടുങ്ങിയവർ, ലോക്കപ്പിൽ കിടന്നവർ, റിമാൻഡിൽ കഴിഞ്ഞവർ, എത്രയോ ആളുകളാണ്. അപ്പോൾ എത്രയോ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദത്താത്രേയ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിലെ ആമുഖത്തിലെ
സോഷ്യലിസവും സെക്യുലറിസവും എടുത്തു കളയണം. കാരണം നിങ്ങൾ സെക്യുലറിസത്തിലാണ്, നിങ്ങൾ മതരാഷ്ട്രം ലക്ഷ്യം വെക്കുന്നവരാണ്. അതോടൊപ്പം ചേർത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ സോഷ്യലിസത്തിനുമെതിരാണ്. കുപ്രസിദ്ധമായ വിചാരധാരയുണ്ടല്ലോ മിസ്റ്റർ ഗോൾവാൾക്കറുടെ. ആ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ എന്താണ് പറയുന്നത്? പ്രകൃതി എന്നത് തന്നെ ഡിസ്പാരിറ്റി, അസമമാണ്, അസമത്വാവസ്ഥ പ്രകൃതിജന്യമാണ്. അപ്പോൾ സമത്വമുണ്ടാക്കുക എന്നത് പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന യുക്തിയിലാണ് മിസ്റ്റർ ഗോൾവാൾക്കർ സോഷ്യലിസത്തെ എതിർക്കുന്നത്. നിങ്ങളുടെയൊക്കെ തന്നെ പ്രത്യയശാസ്ത്രബോധം ഗോൾവാൾക്കറിൻ്റെ ഈ വിചാരധാരയിൽ കിടക്കുന്നതാണ്. ആ വിചാരധാരയിൽ നിന്നുള്ള തിളക്കലാണ് മിസ്റ്റർ ദത്താത്രേയ നടത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും എടുത്തു കളയണം. തീർച്ചയായിട്ടും അത് അനുവദനീയമായ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഇത് റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണ്. 1950കളിൽ നമ്മൾ പ്ലാനിംഗ് അംഗീകരിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്യമായി നമ്മൾ എടുത്തത് സോഷ്യലിസമാണ്. നെഹ്റുവിന് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ഭരണഘടനാ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്, നമ്മുടെ റിപ്പബ്ലിക്കിനെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് സോഷ്യലിസമാണ്. ആ ഒരു നിലപാടുകൊണ്ടാണ് നമ്മൾ പൊതുമേഖല കെട്ടിപ്പടുത്തത്, നമ്മുടെ ഈ രാജ്യത്ത് പൊതുനിക്ഷേപങ്ങൾ വളർത്താൻ ശ്രമിച്ചത്. ആ കാര്യത്തിൽ കോൺഗ്രസ് എത്രത്തോളം വിജയിച്ചു എന്നുള്ളതല്ല, 1950കളിലെ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ സോഷ്യലിസ്റ്റ് വികസന പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആദർശ പ്രഖ്യാപനമാണ് നമ്മുടെ ഭരണഘടനയിലെ സമത്വത്തെയും സാമൂഹികതയെയും സംബന്ധിച്ച തത്വങ്ങൾ. ആ തത്വങ്ങളെയാണ് 42ാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം എന്ന രീതിയിൽ മുദ്ര ചെയ്യപ്പെട്ടത്. അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് റിപ്പബ്ലിക്കിനെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം. ശരി. അപ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ചരിത്രം ഇതാ ഇങ്ങനെ തെളിമയോടെ നിൽക്കും. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് വസന്ത് ശ്രീ പി കൃഷ്ണദാസ്, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.